ധർമ്മസ്ഥലയിലെ വാർത്തകൾക്ക് വീണ്ടും ഒരു ദിവസത്തിൻ്റെ ആയുസ് മാത്രമാണ്. കാരണം ഒറ്റ ദിവസം വാർത്തയൊക്കെ മീഡിയയിൽ കൊടുത്തു. കാരണം അത് പൊളിഞ്ഞുപോയി. ഇതുവരെ മീഡിയ കൊണ്ടുവന്ന കള്ളത്തരങ്ങൾ പൊളിഞ്ഞപ്പോൾ ആളുകളെ ഒന്ന് തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഒറ്റ ദിവസം അത് കള്ളമാണെന്നുള്ള വാർത്ത കൊടുത്തു. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും വാർത്ത വന്നോ? അത് പ്രധാനപ്പെട്ട കർണാടകയിലെ മാധ്യമങ്ങൾ നിരന്തരം ഇതിൻ്റെ വാർത്തകൾ ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ പറഞ്ഞ ഒരു മാസ്ക് മാനുണ്ടല്ലോ, മുഖംമൂടി മനുഷ്യൻ, ചെന്നയ്യ എന്ന് പറയുന്ന അയാളുടെ വിവരങ്ങൾ, അയാൾ എങ്ങനെയാണ് ഈ ഗൂഢാലോചനയിലേക്ക് വന്നത് എന്നതിൻ്റെ വിശദാംശങ്ങൾ കന്നഡ മാധ്യമങ്ങൾ മുഴുവൻ പറയുന്നുണ്ട്. മലയാള മാധ്യമങ്ങൾ കേട്ടിട്ടേയില്ല. ഇയാളെ ഒളിവിലായിരുന്നല്ലോ. അതായത് അയാൾ പറഞ്ഞ് ഞാൻ പേടിച്ച് നാട് വിട്ട് പോയി എന്ന് പറയും. തമിഴ്നാട്ടിലായിരുന്നു. തമിഴ്നാട്ടിൽ എവിടെയായിരുന്നു? രണ്ട് വിവരങ്ങൾ വരുന്നുണ്ട്. ഒന്ന്, ഇയാൾ തമിഴ്നാട്ടിൽ പോയിട്ട് അവിടെ പഴയ LTT ബന്ധമുണ്ടായിരുന്ന ഒരു ആരോഗ്യസ്വാമി എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. ആരോഗ്യസ്വാമിയുമായി ബന്ധപ്പെട്ട് കുറേ നാൾ കർണാടകയിൽ സത്യമംഗലം കാടിനോട് ചേർന്നുള്ള ഒരു ഭാഗത്ത് താമസിച്ചിരുന്നു. അതിനുശേഷമാണ് തമിഴ്നാട്ടിലേക്ക് പോകുന്നത്. സത്യമംഗലം കാടിനടുത്ത് ചേർന്ന് താമസിച്ചിരുന്ന ആരോഗ്യസ്വാമി എന്ന് പറയുന്ന ആൾ ഒരു ഇവാഞ്ചലിസ്റ്റായിരുന്നു, മതം മാറ്റുന്ന ആളായിരുന്നു. അപ്പോൾ ചെന്നയ്യ എന്ന് പറയുന്ന ഭീമൻ എന്ന് വിളിക്കുന്ന, ഭീമൻ എന്ന് ഇയാളെ വിളിക്കാനൊരു കാരണമുണ്ട് കേട്ടോ. അയാളുടെ ശരീരം നല്ല പുഷ്ടിയുള്ള ശരീരമാണ്. അരോഗദൃഢഗാത്രനായ ഭയങ്കര കരുത്തനായ ഒരു ബോഡി കോൺസ്റ്റിറ്റ്യൂഷനുള്ള ആളാണ് ഈ ചിന്നയ്യ. ചിന്നയ്യക്ക് 4ാം ക്ലാസ് വരെ വിദ്യാഭ്യാസമുള്ളൂ. ചിന്നയ്യയുടെ സർട്ടിഫിക്കറ്റുകൾ കിട്ടി. ഈ സുജാത ഭട്ടിൻ്റെ മകളുടെ അനന്യയുടെയാണ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ, കാരണം അങ്ങനെ കുട്ടിയില്ലല്ലോ. അപ്പോൾ ചിന്നയ്യ 4th വരെ പഠിച്ചിട്ടുണ്ട്. ചിന്നയ്യ അങ്ങനെ ഈ ആരോഗ്യസ്വാമിയുടെ കസ്റ്റഡിയിലായിരിക്കുമ്പോൾ അയാൾ മതം മാറിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ കൺഫർമേഷൻ ഇനി SIT പറയണം. അതവിടെ നിൽക്കട്ടെ. ഈ ഭീമ എന്ന് വിളിക്കാൻ കാരണം ഇയാൾ ഭയങ്കര ആഹാരപ്രിയനാണ്. മദ്യപാനമൊന്നുമില്ല, ഭക്ഷണം കൊടുത്താൽ മതി. നിറയെ ഭക്ഷണം കൊടുത്താൽ അയാൾ എന്തും ചെയ്യും. അപ്പോൾ ഇയാളുടെ വീക്ക്നെസ് ഭക്ഷണമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഭീമൻ എന്ന് വിളിക്കുക. അതുകൊണ്ട് തന്നെ നല്ല തടിച്ച ശരീരവും ഭീമാകാരനായ മനുഷ്യനും ഒക്കെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇയാൾ തമിഴ്നാട്ടിലൊക്കെ കഴിയുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ രത്നമ്മ എന്ന് പറയുന്നൊരു ഭാര്യ ഇയാൾക്കുണ്ടായിരുന്നു. അതല്ലാതെ മറ്റൊരു രത്നമ്മയുണ്ട്. ഇയാളുടെ സഹോദരിയാണത്രേ. ഡയറക്റ്റാണോ അല്ലെങ്കിൽ കസിൻ സിസ്റ്ററാണോ എന്നത് അറിയില്ല. രത്നമ്മ എന്ന് പറയുന്ന ഒരു സഹോദരി തിരുപ്പൂരിലുണ്ടായിരുന്നു. ഇയാൾ ഈറോഡിലെത്തി, അവിടുന്ന് തിരുപ്പൂരിലെത്തി ഒരു സ്പിന്നിങ് മില്ലിൽ നൂലുണ്ടാക്കുന്ന കമ്പനിയിൽ ജോലി ചെയ്തു. തമിഴ്നാട്ടിൽ പോയതിനു ശേഷം 10 വർഷത്തോളം ഇയാളെ കാണാനില്ല. ഇയാൾ ഒളിവിലായിരുന്നു. പേടിച്ചിട്ട് രാത്രിയിൽ ഇയാളുടെ സ്വപ്നത്തിൽ അസ്ഥികൂടങ്ങൾ വന്ന് താണ്ഡവമാടുന്നു, അതുകൊണ്ടൊക്കെ എനിക്ക് മനസാക്ഷി കുത്തുണ്ടായിട്ട് ഞാൻ വന്നു എന്നാണല്ലോ പറഞ്ഞത്. ഇയാൾ അവിടെ പോയി നിൽക്കുമ്പോൾ ഈ ഗിരീഷ് മട്ടന്നവർ, മഹേഷ് ഷെട്ടി തിമ്മറോടി സംഘത്തിൽപ്പെട്ട ഒരാൾ ഇയാളെ ഈ തിരുപ്പൂരിലെ നൂൽ കമ്പനിയിൽ വെച്ച് കാണുന്നു. നീ ചിന്നയ്യനല്ലേ, ഇവിടെയാണോ എന്നൊക്കെ പറഞ്ഞ് ഇയാളെ, നിനക്ക് ഇവിടെ നിൽക്കേണ്ട, നിനക്ക് ഇതിൽ നല്ല പണി ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുപോയി മഹേഷ് ഷെട്ടി തിമ്മറോഡിയുടെ അടുത്ത് കൊണ്ടുപോകുന്നു. ഇതാണ് കഥയുടെ 1ാം ഭാഗം. അതായത് ഇത് കഴിഞ്ഞ വർഷമാണ്, 1 വർഷം മുമ്പേ നടന്ന ഒരു ഓപ്പറേഷനാണ്. അവിടെ എത്തിക്കഴിഞ്ഞ് ഇയാളെ മഹേഷ് ഷെട്ടി തിമ്മറോഡി താമസിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി അവിടെ നിൽക്കട്ടെ, നമുക്കൊന്ന് കട്ട് ചെയ്ത് ബാക്കിലേക്ക് പോകാം. മഹേഷ് ഷെട്ടി തിമ്മറോഡി എന്തുകൊണ്ട് ധർമ്മസ്ഥലക്കെതിരെ ഈ ഗൂഢാലോചന പടുത്തുയർത്തി? മഹേഷ് ഷെട്ടി തിമ്മറോഡിക്ക് എന്തുകൊണ്ടാണ് ധർമ്മസ്ഥല ക്ഷേത്രത്തിനോട് പക? മഹേഷ് ഷെട്ടി തിമ്മറോഡി മുമ്പ് മുംബൈയിലായിരുന്നു, മഹാരാഷ്ട്രയിലെത്തി അവിടെ കുറേ കേസുകളിലൊക്കെ പെട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ കാപ്പ ചുമത്തി ആളുകളെ നാട് കടത്തില്ലേ, അതുപോലെ അവിടെ നിന്ന് നാട് കടത്തിയ, അല്ലെങ്കിൽ അവിടെ നിൽക്കാൻ നിവൃത്തിയില്ലാതെ ഓടി തിരിച്ചു വന്ന ആളാണ് മഹേഷ് ഷെട്ടി തിമ്മറോഡി. അയാൾ അവിടെ എത്തി. ധർമ്മസ്ഥല എന്ന് പറയുന്നത് നമ്മൾ പറയുമ്പോൾ ചെറിയ ടൗൺ, ക്ഷേത്രത്തെ ചുറ്റിയുള്ള ടൗൺ ഉണ്ടെങ്കിലും ഒരു വനപ്രദേശമാണ്, നിബിഡ വനമാണ് ഇതിന് ചുറ്റും. അപ്പോൾ അവിടെ ഗതാഗത സൗകര്യങ്ങളൊക്കെ കുറവാണ്. അങ്ങനെ അവിടെ ഒരു വലിയ ആളുകൾക്ക് ഈ ബെൽത്തങ്ങാടിയിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ വലിയ ഗതാഗത പ്രശ്നമുള്ളപ്പോൾ ഓട്ടോ ഗ്യാങ്, ഡി ഗ്യാങ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ഗ്യാങ്, ഓട്ടോറിക്ഷ സംഘം അവിടുത്തെ വളരെ പ്രബലമായ ഒരു സംഘം. അവർ തോന്നും പടി കൂലി വാങ്ങും. അങ്ങനെ ഗുണ്ടായിസം അങ്ങനെയുള്ള പല പ്രവർത്തനങ്ങളുമുള്ള ഒരു ഓട്ടോ സംഘം. അവിടുത്തുകാർ മാത്രമല്ല, അവിടുന്ന് പുറത്തുനിന്ന് വന്നിട്ടുള്ള ആളുകൾ ഉൾപ്പെടുന്ന ഒരു ഓട്ടോറിക്ഷ ഗ്യാങ് അവിടെയുണ്ട്, തോന്നുംപടി. അതുമായി പ്രാദേശികമായി ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. മഹേഷ് ഷെട്ടി തിമ്മറോഡി മഹാരാഷ്ട്രയിൽ നിന്ന് തിരിച്ചു വന്ന് ധർമ്മസ്ഥലയിലേക്ക് വരുന്നു. അവിടെ അയാൾ വന്നിട്ട് പതുക്കെ സംഘപരിവാർ അനുകൂല സംഘടനയുടെ പ്രവർത്തകനായിട്ട് വരുന്നു. ഇപ്പോഴും ഒരു കാവി ഷോളൊക്കെ ചുറ്റിയാണ് അന്നും ഇന്നും മഹേഷ് ഷെട്ടിയെ കാണുന്നത്. ഇയാൾ വളരെ പെട്ടെന്ന് ധർമ്മസ്ഥല ക്ഷേത്രത്തിൽ ഓരോ ദിവസവും ശരാശരി ഒരു 10,000-50,000 പേർക്ക് വരുന്ന ക്ഷേത്രമാണ് ഒരു ദിവസം. അതുകൊണ്ട് അവിടെ ഒരുപാട് സാധ്യതകളുണ്ട്. ക്ഷേത്ര ട്രസ്റ്റ് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നു. ക്ഷേത്രം പ്രഖ്യാപിച്ചു ഒരു മെഡിക്കൽ കോളേജ്
ധർമ്മസ്ഥലയിൽ ആരംഭിക്കാൻ പോകുന്നു. ആശുപത്രി ഉൾപ്പെടെയൊക്കെ ഉണ്ട്. ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങാൻ പോകുന്നു. ഇതൊരു അവസരമായി കണ്ട് ഈ മഹേഷ് ഷെട്ടി തിമ്മറോടി അവിടെ ചുറ്റുമുള്ള വസ്തുക്കൾ, മെഡിക്കൽ കോളേജ് വരികയല്ലേ, വസ്തുക്കൾ മുഴുവൻ ചുളിവിന് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടന്ന് പലരോടും ടോക്കണൊക്കെ കൊടുത്ത് കരാർ എഴുതി ഉണ്ടാക്കുന്നു. പക്ഷേ ഇതിൻ്റെ പേരിൽ വലിയ ഭൂമി കൊള്ള നടക്കുന്നു. മെഡിക്കൽ കോളേജ് വരുന്നതുമായി ബന്ധപ്പെട്ട് ആളുകളെ ചൂഷണം ചെയ്തും കബളിപ്പിച്ചും വസ്തുക്കൾ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളൊക്കെ വിവരം പുറത്തു വന്നപ്പോൾ ധർമ്മസ്ഥല ക്ഷേത്ര ട്രസ്റ്റ് പ്രഖ്യാപിച്ചു മെഡിക്കൽ കോളേജ് ഉപേക്ഷിച്ചു. മഹേഷ് ഷെട്ടി തിമ്മറോടിക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടായി, കോടികളുടെ നഷ്ടമുണ്ടായി. മാത്രമല്ല ഇയാൾ നടത്തിയ ഫ്രോഡ് പരിപാടിയൊക്കെ കണ്ടെത്തിയതോടെ ഇയാളെ ഹിന്ദു സംഘടനകൾ ഇയാളെ പുറത്താക്കുകയും ചെയ്തു. സംഘടന പുറത്താക്കി. കാരണം അതുപോലത്തെ ഒരു വലിയ അധോലോക നെറ്റ്വർക്കാണ് ഇയാൾ ഉണ്ടാക്കി വെച്ചിരുന്നത്. മാത്രമല്ല അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു, ഇയാളുടെ സ്വന്തം പേരിൽ ഒരു ഹിന്ദു ജാഗ്രത അങ്ങനെ മറ്റോ പേരുള്ള ഒരു സംഘടന സ്വന്തമായിട്ട് ഇയാൾ ഉണ്ടാക്കി. അങ്ങനെ ഇയാൾക്ക് ക്ഷേത്രത്തിനോട് വലിയ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഇയാളുടെ കസ്റ്റഡിയിലേക്ക് ചെന്നൈ വന്ന് ചേരുന്നത്. അപ്പോൾ ഇയാളെ ട്രെയിൻ ചെയ്തതെന്ന് മാത്രമല്ല, ഇയാളെ ആദ്യം കൊണ്ടുപോകുന്നത് ഡൽഹിക്കാണ്. ഡൽഹിയിൽ കൊണ്ടുപോയി അവിടെ ചില കാര്യങ്ങളൊക്കെ ഇയാളെ പരിശീലിപ്പിച്ചു. പിന്നീട് ഇയാൾക്ക് ട്രെയിൻ ചെയ്ത് ഇയാൾ എന്ത് പറയണം എന്നൊക്കെ പഠിപ്പിച്ച് വിട്ട് ഇയാളെ കൊണ്ട് ജൂൺ മാസത്തിൽ ആരംഭിച്ച ഒരു പ്രക്രിയയാണ് ഈ ചെന്നൈയെ ട്രെയിൻ ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇയാളെ കൊണ്ടുവന്നിട്ട് ഇയാൾക്ക് ഒരു 5 ലക്ഷം രൂപ പറഞ്ഞു. പിന്നെ ഇഷ്ടംപോലെ ഭക്ഷണവും കൊടുത്തു. ഇയാൾക്ക് തൃപ്തിയാണല്ലോ, ഭക്ഷണം കഴിക്കുമ്പോൾ വലിയ സന്തോഷമാണ്. അങ്ങനെ ഇയാളെ കൊണ്ട് ഈ കഥകൾ പറയിപ്പിക്കുക. അപ്പോൾ വേറൊരു കാര്യം കൊണ്ടുപോയിട്ട് ഈ ധർമ്മസ്ഥല എന്ന് പറയുന്നത് വനപ്രദേശമാണ്. അവിടെ ആളുകൾ നദിയിലിറങ്ങും, നദിയിൽപ്പെട്ട് കുറേ ആളുകൾ മരിക്കും. ചിലരൊക്കെ ഈ അടുത്ത കാലത്തും കണ്ടെത്തിയ ഒരു അസ്ഥികൂടം, കഴുത്തിൽ സാരി ചുറ്റിയ ഒരു അസ്ഥികൂടം കിട്ടിയിരുന്നു. അത് മണ്ണിന് മുകളിലാണ് കിട്ടിയത്. വെച്ചാൽ റീസെൻ്റ്ലി മരിച്ചതാണ്, ആത്മഹത്യ ചെയ്ത് കാട്ടിൽ പോയി ആത്മഹത്യ ചെയ്തവരുണ്ട്. അജ്ഞാത ജടങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ടാവുമല്ലോ. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ വരും. അവിടെ സൗജന്യ ഭക്ഷണം, സൗജന്യ താമസം, അവർ കറങ്ങി കിടക്കും. അനാഥരായ ആളുകൾ അവിടെ കൊണ്ട് നടതള്ളുന്ന ആളുകളുണ്ട്. ഇവരൊക്കെ അവിടെ മരിക്കുമ്പോൾ ചിലപ്പോൾ കാട്ടിലൊക്കെ ആയിരിക്കും മരിച്ചു കിടക്കുന്നത്. ബോഡി ഡീകമ്പോസ് ചെയ്യും, ചീഞ്ഞെടുക്കുകയും മൃതദേഹം എടുത്തുകൊണ്ട് പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. അവിടെ വെച്ച് എന്ത് ചെയ്യും, അവിടെ വെച്ച് തന്നെ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ട് ആ നദിക്കരയിൽ കുഴിച്ചിടും. അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അവിടെ. അതായത് അവിടെ ആത്മഹത്യ ചെയ്യുന്നവരും നദിയിൽ പോകുന്നവരും ഒക്കെ ആയിട്ടുള്ള അവിടെ പിന്നെ ഒരു പൊതു ശ്മശാനം ഇല്ലാത്തതുകൊണ്ട് ഈ പഞ്ചായത്തിൻ്റെ ശ്മശാനം പിന്നീടാണ് വരുന്നത്. അങ്ങനെ ആരും ബന്ധുക്കളും ഒന്നുമില്ലാത്ത ജഡങ്ങളൊക്കെ അവിടെ തന്നെ സംസ്കരിച്ചിരുന്ന് നേത്രാവതിക്കരയിലായിരുന്നു. അപ്പോൾ നേത്രാവതി തീരത്തെ ശുചീകരണ ജോലിയായിരുന്നു ആര് ചെയ്തിരുന്നത്, ഈ ചെന്നൈ ചെയ്തിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അയാൾ ചില ജഡങ്ങൾ ഉണ്ടാവാം. കാരണം അവിടെ അനാഥമായി വന്നിരിക്കുന്ന ജഡങ്ങൾ കൂലി വാങ്ങി ഇയാൾ ഉൾപ്പെടെ പല ആളുകളും കുഴിച്ചിട്ടുണ്ട്. ഇതറിയാവുന്ന മഹേഷ് ഷെട്ടി തിമ്മറോടി അതുകൊണ്ടാണ് ഇയാളെ കരുവാക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ ഇയാൾ പറയുമ്പോൾ നിങ്ങൾ മൃതദേഹം കുഴിച്ചിട്ടുണ്ടോ? ഉണ്ട്. ആ കുഴിച്ചിട്ട മൃതദേഹങ്ങൾ ഇങ്ങനെ ബലാത്സംഗം ചെയ്യപ്പെട്ട കുട്ടികളുടെയും മലയാളികളുടെയും സ്ത്രീകളുടെയും ഒക്കെ ആയിരിക്കുന്ന ഒരു കഥ അഡീഷണൽ ചേർത്താൽ മതി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്ലോട്ട് ഇങ്ങനെ റെഡി. എന്നിട്ട് ബാംഗ്ലൂരിലേക്ക് ഇയാളെ കൊണ്ടുപോയി. ബാംഗ്ലൂരിലെ ആ അഭിഭാഷകൻ്റെ അടുത്താണ് കൊണ്ടുപോയത്. ഏറ്റവും മുന്തിയ അഭിഭാഷകൻ്റെ മുന്നിൽ ഹാജരാക്കി. എന്നിട്ട് കേസ് ഇയാളെ പഠിപ്പിച്ചു. ആ അഭിഭാഷകനെ കൊണ്ടാണ് ഈ കേസ് ഡ്രാഫ്റ്റ് ചെയ്ത് എവിടെ കോടതി കൊടുക്കാനുള്ളത്. എന്നിട്ട് മഹേഷ് തന്നെ ഒരു തലയോട്ടിയും ഏതാനും അസ്ഥികൂടങ്ങളും റെഡിയാക്കി ഇതുമായിട്ട് കോടതി മുമ്പാകെ ഹാജരാക്കാൻ പറഞ്ഞു. കോടതി മുമ്പാകെ ഹാജരാക്കി 164 സ്റ്റേറ്റ്മെൻ്റ് എടുത്തു. മജിസ്ട്രേറ്റ് മുമ്പിലുള്ള മൊഴി അന്വേഷിക്കാനായിട്ട് പോലീസിനോട് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ SP അരുൺകുമാർ എന്ന് പറയുന്നൊരു SP ആണ്. നമ്മുടെ അണ്ണാമലയുടെ സ്വഭാവമുള്ള SP ആണെന്നാണ് പറയുന്നത്. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ഓഫീസർ, ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. പക്ഷേ തുടക്കം മുതലേ ഈ കഥകളിൽ സംശയം തോന്നിയ അരുൺകുമാർ സ്വാഭാവികമായി ഇതിൻ്റെ പശ്ചാത്തലം അന്വേഷിക്കാൻ തുടങ്ങി. ഇയാൾ പറഞ്ഞ കാര്യങ്ങൾ 164 സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ അരുൺകുമാർ സ്വന്തം നിലയ്ക്ക് അന്വേഷിച്ചിരുന്നു. ആ വിവരങ്ങളാണ് ഈ SITക്ക് വലിയ സഹായമായി മാറിയത്. അങ്ങനെ ഇയാളെ കൊണ്ടുവന്നു. ഇയാൾ പറഞ്ഞിടത്തെല്ലാം കുഴിച്ചിട്ടൊന്നും കിട്ടുന്നില്ല. അവസാനം ഇയാളും വല്ലാത്ത പരവശനായി. ഇയാൾ ഓരോ ദിവസം ചെല്ലുമ്പോൾ ഇയാൾ പ്രതിരോധത്തിലായിക്കൊണ്ടിരിക്കുക. ഇയാളുടെ മനോബലം ചോർന്നുകൊണ്ടിരിക്കുകയാണ്. ഇയാളുടെ കൂടെ എപ്പോഴും 2 വക്കീലന്മാർ കാണും. മഹേഷ് ഷെട്ടി അയച്ചിരിക്കുന്ന 2 വക്കീലന്മാരുണ്ട്. ഇയാൾ മറ്റൊന്നും ആരോടും സംസാരിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ 2 അഭിഭാഷകരെ അയച്ചത്. അങ്ങനെ SITയുടെ കസ്റ്റഡിയിലിരിക്കുക. രാത്രി വൈകുന്നേരം ജോലിക്ക് വരുന്ന പോലെ രാവിലെ വരും, വൈകുന്നേരം കുഴിക്കൽ കഴിഞ്ഞിട്ട് തിരിച്ച് മഹേഷിൻ്റെ വീട്ടിൽ പോകും. ഇങ്ങനെയാണ് ഇയാൾ കഴിഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ SIT അപ്പോൾ ഇയാളെക്കുറിച്ച് സംശയങ്ങൾ വന്നപ്പോൾ ഇയാളെ
ഒന്ന് നിരീക്ഷിക്കാൻ തീരുമാനിച്ചു. ഒരു ദിവസം ഈ വക്കീലന്മാർ മാറിയപ്പോൾ ഇയാൾ പ്രത്യേക അന്വേഷണ സംഘത്തിലെ മഞ്ജുനാഥ് എന്ന് പറയുന്ന ഓഫീസറോട് പറഞ്ഞു, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞു. ഉടനെ ഈ കേസ് വഴിത്തിരിവാകുന്ന അങ്ങനെയാണ്. അപ്പോൾ ഇയാൾക്ക് പറയാനുണ്ട്. ഇയാളെക്കുറിച്ച് അന്വേഷണ സംഘത്തിന് സംശയം തോന്നിയ സമയമായതുകൊണ്ട് ഇയാൾ പറഞ്ഞത് അപ്പം തന്നെ വീഡിയോ ക്യാമറ ഓൺ ചെയ്ത് പ്രത്യേക അന്വേഷണ സംഘം റെക്കോർഡ് ചെയ്തു. അപ്പോൾ ഇയാൾ പറഞ്ഞു, എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു, എനിക്ക് പണം വാഗ്ദാനം ചെയ്തു, എനിക്ക് ഭൂമി ഇടപാട് അടക്കം സുജാത ഭട്ടിൻ്റെ സ്റ്റോറി പറഞ്ഞു, അവർക്ക് ഭൂമി കിട്ടുമ്പോൾ അതിലൊരു പോർഷൻ നിനക്ക് കിട്ടും, നിനക്ക് സാമ്പത്തികമായ മെച്ചം ഉണ്ടാവും, ഇതോടുകൂടി നീ രക്ഷപ്പെടും, ഇല്ലെങ്കിൽ നീ പറഞ്ഞില്ല എങ്കിൽ നിനക്ക് ഗുരുതരമായ നിൻ്റെ ജീവന് വരെ ഭീഷണി ഉണ്ടാകും എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്, എന്നെ രക്ഷിക്കണം എന്ന് വെളിപ്പെടുത്തി എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ പറഞ്ഞു, നിന്നെ രക്ഷിക്കാൻ നീ പോലീസ് കസ്റ്റഡിയിലല്ലേ, അങ്ങനെയല്ല, ഞാൻ പുറത്തിറങ്ങിയാൽ എന്നെ കൊല്ലും, അതുകൊണ്ട് എന്നെ രക്ഷിക്കണം, ഞാൻ ഇതെല്ലാം ഏറ്റുപറയുന്നു, ഇനി പുറത്തിറങ്ങിയാൽ കൊല്ലും, അതുകൊണ്ട് എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞു. ഈ കാര്യം കോടതിയിൽ അറിയിച്ചപ്പോഴാണ് കോടതി ഇയാൾക്ക് കൊടുത്തിരുന്ന വിറ്റ്നസ് പ്രൊട്ടക്ഷൻ അങ്ങ് മാറ്റി. സാക്ഷി എന്ന നിലയിൽ ഇയാൾക്ക് കൊടുത്തിരുന്ന ഒരു സംരക്ഷണമുണ്ട്, പേര് പറയരുത്, ഇയാൾക്ക് പോലീസ് പ്രൊട്ടക്ഷൻ വേണം, ഇതൊക്കെ മാറ്റി. എന്നിട്ട് ഇയാളെ കസ്റ്റഡിയിലെടുക്കാൻ അനുവാദം കൊടുത്തു. കസ്റ്റഡിയിലെടുത്തുകൂടിയാണ് ഈ ഗൂഢാലോചന വ്യക്തമായി പൊളിയുന്നത്. അപ്പോൾ നമ്മൾ പറയുന്ന പോലെ കേരളത്തിൽ കേട്ടതൊന്നുമല്ല. ഇപ്പോഴും ഞാൻ കണ്ടത് മറ്റേ മീഡിയ 1 ചാനലില്ലേ, അന്ന് വൈകിട്ടിരുന്ന് അജിംസും മറ്റേ റാബത്തരും കൂടെ കരയാണ്. അങ്ങനെ പറയാൻ പറ്റുമോ? ഇതിപ്പം നരേന്ദ്രമോദി ഭരിക്കുന്ന കാലത്ത് സത്യം തെളിയുമെന്ന് കരുതുന്നുണ്ടോ? കാരണം അവിടെ ഈ കെട്ടിപ്പടുത്തു കൊണ്ടുവന്നിരുന്ന ഒരു കപട നാടകം പൊളിഞ്ഞു വീണതിൽ വലിയ സങ്കടമാണ് കേരളത്തിലെ സുഡാപ്പികൾക്കും ചില ഇവാഞ്ചലിസ്റ്റുകൾക്കും. കേരളത്തിലെ ഈ DYFI പോലുള്ളവരൊന്നും കാര്യമായിട്ടൊന്നും പ്രതികരിച്ചിട്ടില്ല. ചില നക്സലൈറ്റുകൾക്കും അല്ലെങ്കിൽ തീവ്ര ഇടതുപക്ഷക്കാർക്കും വലിയ സങ്കടമായി പോയി. അപ്പോൾ ധർമ്മസ്ഥല എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തെ തകർക്കാനുള്ള വലിയ ഗൂഢാലോചനയാണ്. അതിനുവേണ്ടി ഒരു വിദ്യാഭ്യാസമില്ലാത്ത ദളിതനായ ഒരാളെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തിയും പ്രലോഭിപ്പിച്ചും നടന്ന നാടകങ്ങളുടെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും നമ്മുടെ മാധ്യമങ്ങൾ ഒരു മാസത്തോളം ധർമ്മസ്ഥല എന്ന് പറയുന്ന ക്ഷേത്രത്തെ ആക്രമിച്ച് തകർക്കാനുള്ള വ്യാജ പ്രചാരണങ്ങൾ നടത്തിയിട്ട് ഒറ്റ ദിവസം വാർത്ത കൊടുത്ത് അവർ തലയൂരി. പക്ഷേ ധർമ്മസ്ഥലയിലെ ഈ ക്ഷേത്രത്തെ തകർക്കാനുള്ള ശ്രമം നടത്തിയ ആളുകൾക്കെതിരെ കർണാടക സർക്കാർ കടുത്ത നടപടികളുമായിട്ട് പോവുകയാണ്. ഇപ്പോൾ ദൂത് ചാനൽ എന്ന് പറയുന്ന ചാനലിൻ്റെ ഉടമസ്ഥനായ സമീർ MD അയാൾ ചോദ്യം ചെയ്യാൻ ഹാജരാവണമെന്ന് പറഞ്ഞിരിക്കുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്തു. പക്ഷേ ഇപ്പോൾ അയാളോട് അന്വേഷണ സംഘത്തിന് മുമ്പായി ഹാജരാകാൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് വിവരം. ഏതായാലും കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാവും. ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ കിട്ടുന്ന മുറയ്ക്ക് നമുക്ക് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.